Hello everyone, welcome to my channel. Today I am going to teach you complex numbers and quadratic equations. 11th standard. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഇപ്പോൾ √-1 എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? അതിൻ്റെ സിമ്പിളാണ് എന്തെന്ന് ഐ എന്ന് പറയുന്നത്. അതായത് I² എന്താണ് -1 ആണ്. ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ x² + 1 = 0 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ x² വാല്യൂ എന്താണ്? -1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? √-1 എന്നാണ്. അപ്പോൾ ഈ ഐന്ന്, അതായത് √-1 എന്നാണ് എന്താണ്? ഐ ആണ്. ദാറ്റ് ഈസ് ഐ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ഈ എക്സ് ആണ്. സൊല്യൂഷൻ ഓഫ് x² + 1 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. അപ്പം എന്തൊക്കെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഹെഡിങ് അതിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 + I3 അല്ലെ 4 + I × √3 ഇതൊക്കെ എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ കോംപ്ലക്സ് നമ്പേഴ്സിൽ എന്താണ്? ഈ ഐ ഇല്ലാത്ത ടേംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ പാർട്സ് എന്ന് പറയുന്നത്. ഈ ഐ ഉള്ള ടേമിനെ നമ്മൾ എന്ത് പറയും? ഇമാജിനറി പാർട്സ് എന്ന് പറയും. ഇപ്പം നോർമലി നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് Z A + IB എന്നാണ് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് സെഡും ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് സെഡും ആണ്. അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ റിയൽ പാർട്ട് RE എന്ന് എഴുതിയിട്ട് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നാണ് പറയുക. റിയൽ പാർട്ട് ഓഫ് സെഡ് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്, ഇങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ 4x + I × 3x - y = 3 + I × -6. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ എക്സും വൈയും റിയൽ നമ്പേഴ്സുമാണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ 2 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സും വൈയും രണ്ടിനുള്ള റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്യുക, ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ റിയൽ പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? 4x. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4x റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 3 ആണുള്ളത്. അപ്പോൾ x നമുക്ക് എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഇമാജിനറി പാർട്ട് ഇതാക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ഉള്ളത് 3x - y = എന്താണ്? y = 3x - y = -6 എന്ന്. ഇവിടെ 6 അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? y = നമുക്ക് എന്ത് കിട്ടും? -y = -6/3x എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എന്താ എഴുതാം? അപ്പോൾ 3x + 6 = y എന്ന് എഴുതാം. അപ്പോൾ y = നമുക്ക് എന്ത് ചെയ്തു? 3x + 6 എന്ന് വന്നു. 3x + 6 എന്ന് വന്നു. അപ്പോൾ നമുക്കറിയാം 3ൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ 3/4 ആണ്. അപ്പോൾ 3 × 3/4 എന്ന് ഇട്ട് നമ്മൾ +6 എന്ന് എഴുതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും? 9/4 + 6 എന്ന് വന്നു. അപ്പോൾ എന്താണ്? 9 + LC എടുക്കുമ്പോൾ 24 / 4 എന്ന് വന്നു. ദാറ്റ് ഈസ് 33 / 4 എന്ന് വന്നു. അപ്പോൾ y = നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് നമ്മൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈക്വേറ്റ് ചെയ്യുക, റിയൽ പാർട്ട് ഈക്വേറ്റ് ചെയ്യുക, ഇമാജിനറി പാർട്ട് ഈക്വേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. 2 അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ,
അപ്പം എഡിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പം നമ്മൾ ആദ്യം നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു. Z1 is equal to നമ്മൾ എന്തെടുത്തു, A plus IB എന്നെടുത്തു. പിന്നെ നമ്മൾ Z2 is equal to നമ്മൾ വേറൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു, C plus ID എന്നെടുത്തു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, Z1 plus Z2 is equal to നമുക്ക് എന്ത് ചെയ്യുക, A plus IP A plus C plus ID എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഇതിൽ റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ A പ്ലസ്, ഇവിടെ എയും സിയും ആണുള്ളത്, A plus C പ്ലസ് I ഇൻറ്റു I കോമൺ ആയിട്ടുള്ളതുകൊണ്ട് B plus D. ഇതാണ് എന്തെന്ന് Z plus Z2 എന്ന് പറയുന്നത്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം അഡിഷന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണത്, നമുക്ക് നോർമൽ അഡിഷന് നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദ അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് ദ പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ എന്താണ്, ക്ലോഷർ ലോ. എന്താണ് ക്ലോഷർ ലോ? എന്താണ് ഈ ക്ലോഷർ ലോ എന്ന് പറഞ്ഞാൽ, ക്ലോഷർ ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇപ്പോൾ രണ്ട് സം ഓഫ് ടു കോംപ്ലക്സ് നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതായത് Z1 Z2 കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ എന്താണ്, അതിൻ്റെ സമ്മും കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഇവിടെ നോക്കി നോക്ക്, Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ, Z2 കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ Z1 plus Z2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, അതും കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് കിട്ടി. അപ്പോൾ ക്ലോഷർ ലോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ, എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ, അതായത് എനി ടു കോംപ്ലക്സ് നമ്പർ Z1 ആൻഡ് Z2. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്തു, Z1 പ്ലസ് Z2 plus Z2 ഈക്വൽ ടു എന്താണ്, Z2 plus Z1 ആണ്. അതായത് Z1 Z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. അത് ആദ്യം നമ്മൾ Z1 plus Z2 എന്ന് എഴുതിയാൽ കിട്ടുന്ന ആൻസറും, പിന്നെ നമുക്ക് Z2 ആദ്യം എഴുതി പിന്നെ Z1 പിന്നെ എഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്, ഈക്വൽ ആണ്. അതിനെയാണ് എന്ത് പറയുന്നത്, കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്, അസോസിയേറ്റീവ് ലോ. മൂന്നാമത്തത് അസോസിയേറ്റീവ് ലോ. ലോ. ഓക്കെ, എന്താണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്, അപ്പം മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, Z1 Z2, അതായത് Z1, Z2, Z3, ഇങ്ങനെ മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഏത് രീതിയിൽ കോംപ്ലക്സ് ഇതാക്കിയാൽ എന്താണ് നമുക്ക് ഈക്വൽ ആകിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ Z1 plus Z2 ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ Z3 ആഡ് ചെയ്തു, അതെന്താണ് ഈക്വൽ ആണ്. എന്തെന്ന് ആദ്യം നമ്മൾ പിന്നെ എന്താണ്, Z1ൻ്റെ കൂടെ Z2 plus Z3 ആഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മിൻ്റെ കൂടി Z1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും, പിന്നെ Z1 plus Z2 ആഡ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ Z3 ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും എന്താണ്, ഈക്വൽ ആണ്. ഇതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ്, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. എന്താണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേ കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ കിട്ടുകയാണെങ്കിൽ എന്താണ്, അതിന് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുക. അപ്പോൾ എന്താണ്, സീറോ എന്ന് പറയുന്നതാണ് എന്തെന്ന്, ഇത് എക്സിസ്റ്റൻസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 0 plus I 0 denoted as 0 കോൾഡ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ എന്താണ്, സീറോ എന്ന് പറയുന്നതാണ് സീറോ ഐഡൻറ്റി ഓർ ദി സീറോ കോംപ്ലക്സ് നമ്പർ സെറ്റ് ദാറ്റ് ഫോർ എനി കോംപ്ലക്സ് നമ്പർ Z plus 0 എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ ആണ്. അതായത് ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പറിനോട് നമ്മൾ സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക, അതേ കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഇത് സീറോ ആണ് അതിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, അഡിറ്റീവ് ഇൻവേഴ്സ്. എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് കോൾഡ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് സെറ്റ്. വി എഫ് സെറ്റ് ദാറ്റ്, അതായത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സീറോ കിട്ടുകയാണെങ്കിൽ അതെന്താണ്, അഡിറ്റീവ് ഇൻവേഴ്സ്. അഞ്ചാമത്തത് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ഇപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്ത് നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ ആണെങ്കിൽ ആ അതിൻ്റെ കൂടി കിട്ടുന്ന അത് എന്താണ് ആഡ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ Z is equal to A plus IB എന്ന് എടുത്തു. ഇതിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് Z ആണ്. അതായത് മൈനസ് Z എന്ന് പറയുന്നത് എന്തായിരിക്കും അന്നേരം, മൈനസ് ഓഫ് A plus IB, ദാറ്റ് ഈസ് മൈനസ് A minus IB. അപ്പോൾ ഞാൻ Z പ്ലസ് മൈനസ് Z ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, A plus IB പ്ലസ് മൈനസ് A മൈനസ് IB. ഞാൻ ആഡ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടും, എയിൽ നിന്ന് മൈനസ് A പോയാൽ എന്താണ്, സീറോ പ്ലസ് ഇതും എന്താണ്, സീറോ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ എന്താണ്, മൈനസ് Z ആണ് എന്തെന്ന് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സാണ്.
അപ്പോൾ ഇത് ഞാൻ ഡിഫറൻസ് ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് അത് ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. വീഡിയോ വലുതായിപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മൾട്ടിപ്ലിക്കേഷനും ഡിഫറൻസും ഡിവിഷനും കൂടെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.